നെന്മാറ സജിത വധക്കേസിൽ പ്രതി ചെന്താമരയ്ക്ക് ഇരട്ട ജീവപര്യന്തം ശിക്ഷ കോടതി വിധിച്ചത് ഇത് അപൂർവങ്ങളിൽ അപൂർവമായ കേസല്ലെന്ന നിരീക്ഷണത്തിൽ കൂടിയാണ്. പ്രതിക്ക് മാനസിക പ്രശ്നങ്ങളൊന്നുമില്ലെന്നും കോടതി വ്യക്തമാക്കി. എന്നാൽ പതിവ് പോലെ കുറ്റബോധത്തിന്റെ കണിക പോലുമില്ലാതെ നിസ്സംഗനായി എല്ലാം കേട്ടുനിൽക്കുകയായിരുന്നു പ്രതി ചെന്താമര. ജസ്റ്റിസ് കെന്നത്ത് ജോർജാണ് ശിക്ഷ വിധിച്ചത്. പ്രതി കുറ്റകൃത്യം ചെയ്യാൻ സാധ്യതയുണ്ട്. അതിനാൽ പരോൾ നൽകിയാൽ സാക്ഷികൾക്കും ബന്ധപ്പെട്ടവർക്കും സുരക്ഷ നൽകണം. പ്രതി നന്നാകുമെന്ന പ്രതീക്ഷയില്ല. അത്തരത്തിൽ പരോൾ അനുവദിക്കുന്നതിലെ പ്രശ്നങ്ങൾ പോലും ചൂണ്ടിക്കാട്ടി അത് വ്യക്തമാക്കിയായിരുന്നു കോടതി വിധി. എന്നാൽ അപൂർവങ്ങളിൽ അപൂർവമാണ് ഈ കേസ് തെളിയിക്കാൻ പ്രോസിക്യൂഷന് സാധിച്ചില്ല. പ്രതി സൈക്കോ അല്ലെന്നും നിശ്ചയിച്ചുറപ്പിച്ച് കൊല നടത്തിയ ക്രൂരനാണെന്നും കോടതി പറഞ്ഞു. വാൽമീകിയെ പോലെ മാനസാന്തരത്തിന് അവസരം നൽകണമെന്ന കോടതിയിലെ പ്രതിഭാഗത്തിന്റെ ആവശ്യവും കോടതി നിരാകരിച്ചു. അതായത് ഇയാൾ വാൽമീകിയെ പോലെയാകുമെന്ന പ്രതീക്ഷയില്ലെന്നും കോടതി വ്യക്തമാക്കി. അടുത്ത കേസിൽ അയാൾക്ക് വധശിക്ഷ ലഭിക്കട്ടെ എന്നും കോടതിയോട് നന്ദിയെന്നും പ്രതീക്ഷിച്ച വിധി തന്നെയാണ് ഇതെന്നും സഹായിച്ച എല്ലാവർക്കും നന്ദിയെന്നുമൊക്കെയാണ് കൊല്ലപ്പെട്ട സജിതയുടെ മക്കളായ അതുല്യയും അഖിലയും മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. സജിതയുടെ മക്കൾ എല്ലാ അർത്ഥത്തിലും അനാഥരാണ്. നഷ്ടപരിഹാരം നൽകേണ്ടത് അവർക്കാണ്. എന്നാൽ പ്രതി ഈ തുക നൽകുമോ എന്ന് കോടതിക്ക് ആശങ്കയുണ്ട്. ഈ സാഹചര്യത്തിൽ ലീഗൽ സർവീസ് അതോറിറ്റി കുട്ടികളുടെ പുനരധിവാസം ഏറ്റെടുക്കണമെന്നും കോടതി ആവശ്യപ്പെട്ടു. 4,25,000 രൂപ പിഴയും വിധിച്ചിട്ടുണ്ട് കോടതി. ഇതിനു പുറമെ തെളിവ് നശിപ്പിക്കലിന് 5 വർഷം തടവും വിധിച്ചിട്ടുണ്ട്. ശിക്ഷ ഒന്നിച്ചനുഭവിച്ചാൽ മതിയെന്നതിനാൽ മൊത്തം ജീവപര്യന്തം തടവായി 14 വർഷവും പിഴയുമാണ് ശിക്ഷ. ചെന്താമരയും ഭാര്യയും തമ്മിൽ തെറ്റിപ്പിരിഞ്ഞതിന് പിന്നിൽ സജിതയാണെന്ന് ആരോപിച്ചായിരുന്നു അന്ന് സജിതയെ ചെന്താമര കൊലപ്പെടുത്തിയത്. വീടിന് എതിർവശത്ത് താമസിക്കുന്ന നീളൻ മുടിയുള്ള സ്ത്രീയാണ് കുടുംബകലഹത്തിന് കാരണമെന്ന് ജോത്സ്യൻ പറഞ്ഞതിന് പിന്നാലെയാണ് ചെന്താമര 2019 സജിതയെ കൊലപ്പെടുത്തിയത്. ഈ കേസിൽ ജാമ്യത്തിൽ കഴിയവേ 2025 സജിതയുടെ ഭർത്താവ് സുധാകരൻ, ഭർത്തൃമാതാവ് ലക്ഷ്മി എന്നിവരെയും ചെന്താമര ക്രൂരമായി കൊലപ്പെടുത്തി. എന്നാൽ സജിത കൊലക്കേസിൽ ഇരട്ട ജീവപര്യന്തം ലഭിച്ചിട്ടും കുറ്റബോധമില്ലാതെയാണ് പ്രതി ചെന്താമര കോടതി വരാന്തയിലിരുന്നത്. ശിക്ഷാവിധി കേട്ട ചെന്താമരയ്ക്ക് അതിനുശേഷവും മുഖത്ത് തെല്ലും കുറ്റബോധം ഉണ്ടായിരുന്നില്ല. ഒരു കൂസലുമില്ലാതെയാണ് ഇന്നും ആ കൊടും കുറ്റവാളി കോടതി നടപടികളുടെ ഭാഗമായത്. 2019 ഓഗസ്റ്റ് 31 നടത്തിയ ആദ്യ കൊലപാതകവുമായി ബന്ധപ്പെട്ട കേസിലാണ്, അതായത് സജിതയെ കൊലപ്പെടുത്തിയ കേസിലാണ് ഇന്ന് ശിക്ഷാവിധി ഉണ്ടായത്. ഈ കേസിൽ ജാമ്യത്തിലിറങ്ങിയ ചെന്താമര കഴിഞ്ഞ ജനുവരി 27 സജിതയുടെ ഭർത്താവ് സുധാകരൻ, അമ്മ ലക്ഷ്മി എന്നിവരെയും വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു. ഇതോടെയാണ് കുട്ടികൾ എല്ലാ അർത്ഥത്തിലും അനാഥരായത്. സജിത വധക്കേസിൽ ചെന്താമരയുടെ പേരിൽ പ്രോസിക്യൂഷൻ ആരോപിക്കുന്ന കൊലപാതകം IPC 302, തെളിവ് നശിപ്പിക്കൽ 201, അതിക്രമിച്ച് കടക്കൽ 449 തുടങ്ങിയ കുറ്റങ്ങൾ തെളിഞ്ഞതായി ചൊവ്വാഴ്ച കോടതി വ്യക്തമാക്കിയിരുന്നു. തുടർന്നാണ് വ്യാഴാഴ്ച ശിക്ഷയുമായി ബന്ധപ്പെട്ട് പ്രോസിക്യൂഷനും പ്രതിഭാഗത്തിനും പറയാനുള്ളതും കോടതി കേട്ടത്. നിഷ്ഠൂരമായ കൊലപാതകമാണ് പ്രതി നടത്തിയതെന്നും നിയമം അനുശാസിക്കുന്ന പരമാവധി ശിക്ഷ നൽകണമെന്നും പബ്ലിക് പ്രോസിക്യൂട്ടർ MJ വിജയകുമാർ ആവശ്യപ്പെട്ടിരുന്നു. ജാമ്യത്തിലിറങ്ങിയ പ്രതി സാക്ഷികളെ ഭീഷണിപ്പെടുത്തിയതിന് പുറമെ മറ്റു 2 കൊലപാതകങ്ങൾ കൂടി നടത്തിയിട്ടുണ്ട്. പ്രതി ദയ അർഹിക്കുന്നില്ലെന്നും പരമാവധി ശിക്ഷയ്ക്ക് അർഹനാണെന്നും പ്രോസിക്യൂട്ടർ വാദിച്ചു. പക്ഷേ അപൂർവങ്ങളിൽ അത്യപൂർവമാണ് ഈ കൊലയെന്ന നിലപാടിൽ കോടതി എത്താതിരുന്നതാണ് വിധി വധശിക്ഷയിലേക്ക് എത്താതിരിക്കാനുള്ള കാരണമായത്. സജിതയുടെ കൊലപാതകത്തിന് മുൻപ് ചെന്താമരയ്ക്ക് മറ്റ് ക്രിമിനൽ പശ്ചാത്തലമുണ്ടെന്ന് തെളിയിക്കാൻ കഴിയാത്തതും പ്രോസിക്യൂഷന് തിരിച്ചടിയായി. സജിത വധക്കേസിൽ ജാമ്യം ലഭിച്ചതിന് പിന്നാലെ ചെന്താമര ഇരട്ട കൊലപാതകം നടത്തിയെന്ന കാര്യം സാക്ഷികൾക്ക് ഭീഷണിയാണെന്ന് പറഞ്ഞ പ്രോസിക്യൂഷൻ പ്രതിക്ക് വധശിക്ഷ നൽകണമെന്നാണ് കോടതിയിൽ ആവശ്യപ്പെട്ടത്. 2019 ഓഗസ്റ്റ് 31 35-കാരി സജിതയെ പോത്തുണ്ടി തിരുത്തംപാടത്തെ വീടിനകത്ത് കഴുത്തിനും പിന്നിലും തോളിലും വെട്ടേറ്റ നിലയിൽ കണ്ടെത്തിയത്. ഭർത്താവ് സുധാകരൻ തിരുപ്പൂരിൽ ജോലിസ്ഥലത്തും മക്കൾ ഈ സമയത്ത് സ്കൂളിലുമായിരുന്നു. തൻ്റെ കുടുംബം തകർത്തത് സജിതയാണെന്ന അയൽവാസിയും ബോയൻ കോളനി സ്വദേശിയുമായ ചെന്താമരയുടെ സംശയമാണ് ഈ കൊടും കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. കേസ് അപൂർവങ്ങളിൽ അപൂർവമല്ലെന്നും ഈ സംഭവത്തിന് മുൻപ് ഒരു പെറ്റിക്കേസിൽ പോലും പ്രതിയാകാത്ത ആളാണ് ചെന്താമരയെന്നും പ്രതിഭാഗത്തിനു വേണ്ടി ഹാജരായ അഡ്വക്കേറ്റ് V ഷൺമുഖാനന്ദൻ വാദിച്ചു. സുപ്രീം കോടതിയുടെ മുൻവിധികളും ഇതിന് ആധാരമായി പ്രതിഭാഗം ഉന്നയിച്ചു. മറ്റ് 2 കൊലപാതകങ്ങളെ ഈ കേസുമായി കൂട്ടിക്കുഴയ്ക്കരുതെന്നും വാൽമീകിക്ക് ലഭിച്ചതുപോലെ പ്രതിക്കും മാനസാന്തരത്തിനുള്ള അവസരം അനുവദിക്കണമെന്നും പ്രതിഭാഗം ആവശ്യപ്പെട്ടു. എന്തായാലും ചെന്താമര അന്ധവിശ്വാസത്തിന് അടിമയാണെന്നാണ് അയാളുടെ ബന്ധുക്കളുടെയും നാട്ടുകാരുടെയും ഒക്കെ ആരോപണവും. അത്തരത്തിൽ തന്നെയാണ് ഇവർ പല സമയങ്ങളിലും മാധ്യമങ്ങളോട് പ്രതികരിച്ചതും. കുറച്ചു പൈസ കയ്യിൽ കിട്ടിയാൽ പോലും പൂജയ്ക്കും മന്ത്രവാദത്തിനുമെല്ലാം ഉപയോഗിക്കും. ഏതെങ്കിലും ജോത്സ്യൻ എന്തെങ്കിലും ചെയ്യണമെന്നോ
അമ്പലങ്ങളിൽ പോകണമെന്നോ വഴിപാടുകളും മറ്റോ കഴിക്കണമെന്നോ പറഞ്ഞാൽ ഭാര്യയുടെയും മറ്റും സ്വർണം വിറ്റിട്ട് വരെ ചെന്താമര അത് ചെയ്യാറുണ്ട്. ഒരിക്കൽ ജോത്സ്യനെ കണ്ടപ്പോഴാണ് വീടിന്റെ എതിർവശത്ത് താമസിക്കുന്ന നീളൻ മുടിയുള്ള സ്ത്രീയാണ് കുടുംബ പ്രശ്നങ്ങൾക്ക് കാരണമെന്ന് പറഞ്ഞത്. പിന്നാലെയാണ് ചെന്താമര സജിതയെ വീട്ടിൽ കയറി വെട്ടിക്കൊലപ്പെടുത്തിയതെന്നാണ് ബന്ധുക്കൾ പറയുന്നത്. കേസിലെ ശാസ്ത്രീയ തെളിവുകളും സാഹചര്യ തെളിവുകളും കേന്ദ്രീകരിച്ച് പോലീസ് നടത്തിയ അന്വേഷണമാണ് ചെന്താമര കുറ്റക്കാരനാണെന്ന് കണ്ടെത്താൻ കോടതിയെ സഹായിച്ചത്. സജിതയുടെ വീട്ടിൽ നിന്ന് രക്തം പുരണ്ട ചെന്താമരയുടെ 11 കാൽപ്പാടുകളും മൽപ്പിടുത്തത്തിനിടെ കീറിയ ചെന്താമരയുടെ ഷർട്ടിന്റെ പോക്കറ്റും അന്വേഷണ സംഘം കണ്ടെത്തിയിരുന്നു. സജിതയുടെ വീടിന് സമീപത്തും ചെന്താമരയുടെ വീടിന്റെ നേരെ മുൻഭാഗത്തുമുള്ള പുഷ്പയുടെ മൊഴിയും കേസിൽ അതിനിർണായകമായി. കൊലയ്ക്കുപയോഗിച്ച ആയുധം വീട്ടിലുണ്ടായിരുന്നതാണെന്നും ചെന്താമര മാനസികമായും ശാരീരികമായും കൊലപാതകത്തിനു ശേഷം തന്നെ ഉപദ്രവിച്ചിരുന്നു എന്നുള്ള കാര്യവും ചെന്താമരയുടെ ഭാര്യയും മൊഴി നൽകിയിരുന്നു. പ്രതിയുടെ വസ്ത്രവും തിരിച്ചറിഞ്ഞു. ചെന്താമരയുടെ സഹോദരൻ, കൊല്ലപ്പെട്ട സജിതയുടെ മകൾ ഉൾപ്പെടെ 52 പേരെ പ്രോസിക്യൂഷൻ സാക്ഷികളായി വിസ്തരിച്ചു. കഴിഞ്ഞ മാസം 4-ന് വിചാരണ നടപടികൾ പൂർത്തിയായി. ചെന്താമര ഏകപ്രതിയായ കേസിൽ പോലീസുകാർ ഉൾപ്പെടെ 133 സാക്ഷികളാണ് ഉണ്ടായിരുന്നത്. അതേസമയം ചെന്താമരയെ ഭയന്ന് പ്രധാന സാക്ഷിയായ പോത്തുണ്ടി സ്വദേശിനി പുഷ്പ തമിഴ്നാട്ടിലേക്ക് നാട് വിട്ടിരുന്നു. സജിതയുടെ വീട്ടിൽ നിന്ന് കൊലയ്ക്ക് ശേഷം ചെന്താമര വരുന്നത് പുഷ്പ കണ്ടിരുന്നു. പുഷ്പയെ കൊല്ലുമെന്ന് ചെന്താമര പലവട്ടം ഭീഷണി മുഴക്കിയിരുന്നു. ജീവൻ ഭയന്നായിരുന്നു പുഷ്പയുടെ പലായനം. 68 സാക്ഷികളുള്ള കുറ്റപത്രമാണ് 2020-ൽ കോടതിയിൽ സമർപ്പിച്ചത്. 2025 ഓഗസ്റ്റ് 4-നാണ് സാക്ഷി വിസ്താരം ആരംഭിച്ചത്. ചെന്താമരയുടെ ഭാര്യ, സഹോദരൻ, കൊല്ലപ്പെട്ട സജിതയുടെ മകൾ ഉൾപ്പെടെ 44 പേരെ പ്രോസിക്യൂഷൻ വിസ്തരിച്ചു. സാക്ഷി വിസ്താരത്തിനിടയിൽ പലതവണ ചെന്താമര കോടതി വളപ്പിൽ ഭീഷണി മുഴക്കിയതും ചെന്താമരയുടെ കുറ്റബോധമില്ലാത്ത മാനസികാവസ്ഥ വിളിച്ചു പറയുന്നതായിരുന്നു. എന്തായാലും കേരളമാകെ ചർച്ച ചെയ്ത സജിത വധക്കേസിൽ ഏകപ്രതി ചെന്താമരയ്ക്ക് ഇരട്ട ജീവപര്യന്തം കോടതി വിധിച്ചപ്പോൾ വിധിയിൽ ആശ്വാസമുണ്ടെന്നാണ് സജിതയെയും സുധാകരനെയും, അതായത് മാതാപിതാക്കളെ നഷ്ടപ്പെട്ട പെൺമക്കൾ അതുല്യയും അഖിലയും മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. അതിനൊപ്പം തൻ്റെ അച്ഛൻ സുധാകരനെയും അതുപോലെ സുധാകരൻ്റെ മാതാവിനെയും കൊലപ്പെടുത്തിയ കേസിൽ ചെന്താമരയ്ക്ക് വധശിക്ഷ തന്നെ ലഭിക്കുമെന്ന പ്രതീക്ഷയും അവർ പങ്കുവെക്കുന്നുണ്ട്. തീർച്ചയായും ആ പെൺമക്കൾക്കൊപ്പം തന്നെയാണ് മലയാളികളുടെ മനസാക്ഷിയും. അത്തരമൊരു ക്യാപിറ്റൽ പണിഷ്മെന്റ് തന്നെ അടുത്ത കേസിലെങ്കിലും ചെന്താമരയ്ക്ക് കിട്ടണമെന്ന് തന്നെയാണ് എല്ലാ മലയാളികളും ആഗ്രഹിക്കുന്നതും. ന്യൂസ് ഡെസ്ക്, ഫോക്കസ് ന്യൂസ് TV.